ഞാനും മമ്മൂക്കയും ഒരുപാട് സ്ക്രിപ്റ്റുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളവരാണ്. ഒരുപാട് സ്ക്രിപ്റ്റുകൾ വായിക്കുകയും ഒരുപാട് സ്ക്രിപ്റ്റുകൾ വേണ്ടാന്ന് വെക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ നമുക്ക് രണ്ടുപേർക്കും അല്ല ആർക്കും തന്നെ പിടികിട്ടാത്ത ഒരു സ്ക്രിപ്റ്റുണ്ട്, ജീവിതത്തിൻ്റെ സ്ക്രിപ്റ്റ്. 41 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ കൊല്ലത്ത് കാർത്തിക ഹോട്ടലിൽ അദ്ദേഹം താമസിച്ച് ബലൂൺ എന്ന ചിത്രത്തിൽ ഡോക്ടർ BA രാധാകൃഷ്ണൻ്റെ ഫിയറ്റ് കാറിൽ രാവിലെ ഹോട്ടലിൽ നിന്ന് വന്ന് എന്നെ വീട്ടിൽ നിന്ന് വിളിച്ച് പുത്തൂർ എന്ന സ്ഥലത്തേക്ക് ഷൂട്ടിങ്ങിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ ഈ സ്ക്രിപ്റ്റിൽ അദ്ദേഹം ഇന്ത്യയുടെ മഹാനടനായിട്ട് വരുമ്പോൾ ഞാൻ MLA അദ്ദേഹത്തിനെ ക്ഷണിക്കുമെന്ന്. അടുത്ത നിമിഷം നടക്കുന്ന എന്താണെന്ന് പോലും നമുക്കറിഞ്ഞുകൂടാ. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ട് സമയം കുറച്ചേ ഉള്ളൂ, എങ്കിലും ഒരു കാര്യം, ഒരുപാട് പേര് ആവശ്യപ്പെട്ട അനുസരിച്ച് എന്തെങ്കിലും മമ്മൂക്കയെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ശ്രീനിവാസൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കടലിൽ മമ്മൂട്ടിയെ നോക്കിയിരുന്ന ബോറടിക്കത്തില്ലെന്ന്. രണ്ടുപേരും ഫുൾ ടൈം എനർജിയാണ്, കടലിനും എനർജിയാണ്, മമ്മൂക്കയ്ക്കും എനർജിയാണ്. നായർ സാബ് എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടി ഞങ്ങൾ കാശ്മീർ പോയപ്പോൾ അവിടെ അദ്ദേഹം ഓഫീസറും ഞങ്ങൾ 9 കമാൻഡോസുമാണ്. ഞങ്ങളെ രാവിലെ പരേഡ് ചെയ്യിപ്പിക്കുകയും എക്സസൈസ് ചെയ്യിപ്പിക്കുകയും ശാസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സീൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം ഓഫീസറായിട്ട് നിന്നിട്ട്. അപ്പോൾ ആ വളവ് തിരിഞ്ഞ് ശരിക്കുള്ള ബ്രിഗേഡിയർ ഒരു ജീപ്പിൽ വന്നു. അദ്ദേഹം കുറേ നേരം നോക്കി നിന്ന് കണ്ടു. എന്നിട്ട് അകത്ത് പോയിട്ട് മമ്മൂക്ക അവിടെ ചെന്നപ്പോൾ അദ്ദേഹം, ഞാൻ തൊട്ട് ബാക്കിൽ നിൽക്കുകയാണ്, അദ്ദേഹം പറഞ്ഞു, മിസ്റ്റർ മമ്മൂട്ടി, നിങ്ങൾ പരേഡ് ചെയ്യുന്ന ആളല്ല, എക്സസൈസ് ചെയ്യുന്ന ആളല്ല, എന്നാൽ ഞങ്ങളുടെ റെജിമെൻറ്റിൽ, എന്നിട്ട് വളരെ സാവകാശം ചെവിയിൽ പറഞ്ഞു, നിങ്ങളെപ്പോലെ സുമുഖനായ, നിങ്ങളെപ്പോലെ എനർജറ്റിക്കായിട്ടുള്ള, നിങ്ങളെപ്പോലെ ശബ്ദഗാംഭീര്യമുള്ള ഒരു ഓഫീസറില്ല. മലയാളി എന്ന നിലയിൽ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ എന്ന നിലയിൽ അഭിമാനം കൊണ്ട നിമിഷങ്ങളായിരുന്നു.